വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സ്നേഹം നിറഞ്ഞ ഭക്തജനങ്ങൾക്കും വലിയൊരു നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഉദ്ഘാടനത്തിനായിട്ട് ഇവിടെ വരാനും നിങ്ങളെ എല്ലാവരെയും കാണാനും സാധിച്ചതിൽ ഞാൻ ശരിക്കും ഒരു 3 മാസമായിട്ട് ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടിലെ എൻ്റെ ആദ്യത്തെ പരിപാടിയാണ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ആദ്യത്തെ പരിപാടിയാണ് ശരിക്കും ഇത്. അത് ഈ മഹാദേവ ക്ഷേത്രത്തിലായതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേരെ സ്നേഹം കൊണ്ട് അനുഗ്രഹിച്ച ഈശ്വരനാണ് മഹാദേവൻ. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ശിവരാത്രിയാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസത്തിൽ ഇവിടെ വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. എന്നോട് ചോദിക്കാറുണ്ട് എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവങ്ങൾ ആരൊക്കെയാന്നൊക്കെ ഉള്ളത്. അപ്പം ഒരുപാട് പേരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്ന ഒരു ദൈവമാണ് ശിവഭഗവാൻ. അതിന് റീസൺസ് ഉണ്ട്. വേറൊന്നുമല്ല, എൻ്റെ നാള് ചോദിക്കാറുണ്ട്, ഏതാണ് നാളെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും തിരുവാതിരാണ്. അപ്പം എടുത്ത വഴിക്ക് എല്ലാവരും പറയും മഹാദേവന്റെ നാളാണ്. അതേപോലെ എന്നോട് നാള് ചോദിച്ച ഒരാളാണ് ആശി ചേച്ചി. ഞങ്ങൾ സന്തോഷം എന്നുള്ള സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി എന്നോട് ചോദിച്ചു അതിന്റെ നാളെ ഏതാ? തിരുവാതിര. ഞാനും തിരുവാതിര എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഇത് ശരിക്കും ഒരു കോയിൻസിഡൻസ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ വരാൻ സാധിച്ചതില്. അപ്പൊ എന്തായാലും മഹാശിവരാത്രിയാണ്. എല്ലാവർക്കും എൻ്റെ ശിവരാത്രി ആശംസകൾ നേരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കലാപരമായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ ചെറുപ്പം മുതലേ ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഡാൻസ് ടീച്ചറാണ്. അപ്പൊ കുട്ടിക്കാലം മുതൽ ഡാൻസ് സ്കൂളുണ്ട്, പ്രോഗ്രാംസും ചെയ്യാറുണ്ട്. അപ്പൊ എൻ്റെ കലാപരമായിട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയ പങ്ക് ഇതുപോലെയുള്ള അമ്പലങ്ങൾ വഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ശിവരാത്രി ദിവസങ്ങൾ വഹിച്ചിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. ഇത്തരം കലാപര